ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. UK മില്യണേഴ്സൊക്കെ ഏകദേശം 10-16,000 മില്യണേഴ്സ് UK വിട്ടു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസുകൾ കാണുന്നുണ്ട്. ഇത് ഇവർ ടാക്സ് ലാഭിക്കാനും മറ്റേ ഇവിടെയുള്ള സാമ്പത്തിക എക്കണോമിക് സിറ്റുവേഷൻ കുറച്ച് മോശമായിട്ട് നടക്കുന്നത് കൊണ്ടൊക്കെയാണ് ഇവിടുന്ന് പോകുന്നതെന്നൊക്കെയാണ് വാർത്തകളിൽ കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ സിറ്റുവേഷനിൽ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ UK ക്ഷണിച്ചുകൊണ്ടുള്ള പല പരസ്യങ്ങളും കാണുന്നുണ്ട്. 50 ലക്ഷവും 30 ലക്ഷവും ഒക്കെ ആണ് ഇവരോടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭനഷ്ട സാധ്യതകൾ ഒക്കെ പരിഗണിച്ച് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് വൻ വിജയം ഉണ്ടാകുമെന്നും ഇതൊരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെ 3 പട്ടികളും ആയിട്ട് നടക്കുന്ന ഒരു കുട്ടി പറയുന്നത് കേട്ടു. അങ്ങനെ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലും ഇതുപോലെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുമുണ്ട്. അപ്പോൾ ഇന്ത്യയും ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഇദ്ദേഹം പറയുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും UK ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ആൾ പറയുന്നത് കേട്ടു. എന്തായാലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കൈ പൊള്ളിയ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നഷ്ട സാധ്യതകൾ വളരെയധികം ഉണ്ട്. ഇവിടെ നിയമ സംവിധാനങ്ങളൊക്കെ വളരെയധികം കർശനമാണ്. ഓരോ ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും ഇവിടുത്തെ നിയമ സംഹിത അനുസരിച്ച് മാത്രമാണ് മുന്നോട്ട് പോകേണ്ടത്. ടാക്സൊക്കെ ഇഷ്ടം പോലെ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുകയും അതിൽ നിന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ലാഭം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ചെറിയ ടാസ്ക്കൊന്നുമല്ല. ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഈ മരത്തിൽ നിന്ന് പൗണ്ട് പറിച്ചെടുക്കാമെന്ന് പറയുന്ന പോലെ ഉടനെ തന്നെ പൗണ്ട് വാരിക്കൂട്ടാം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ തെറ്റായ ധാരണകളാണ്. ആദ്യം മാർക്കറ്റ് സ്റ്റഡി നന്നായിട്ട് നടത്താൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രം ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് പുറപ്പെടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് ആൾക്കാർ എനിക്ക് പല വീഡിയോകളും അയച്ചു തരുന്നുണ്ട്, അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടൽ, ഇവിടെ സ്വന്തമായിട്ട് ഹോട്ടൽ വാങ്ങിയിട്ട് പോലുമില്ല, ഹോട്ടലിൽ COS കൊടുക്കാവുന്ന വരെ പറഞ്ഞുകൊണ്ട് പരസ്യങ്ങൾ കണ്ടു. സ്വന്തമായിട്ട് ഉള്ള ഹോട്ടലാണ് COS കൊടുക്കുന്നതെങ്കിൽ അത് പറയാമായിരുന്നു. ഇത് സ്വന്തമായിട്ട് വാങ്ങിയിട്ട് പോലുമില്ല. അതുപോലെയുള്ള പല ഉഡായിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടി പറയുകയാണ്. UK ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക. ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നന്നായിട്ട് മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തി കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും ആരോഗ്യത്തിനും ഒക്കെ നല്ലത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.